ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുരുഷന്മാർ സ്ത്രീകളെ അട്രാക്റ്റീവായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി പറയാൻ പോകുന്ന 5 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു പുരുഷൻ ഈ പറയുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരു സ്ത്രീയെ അട്രാക്റ്റീവായി കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്വാളിറ്റി, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളെ പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. സോ അത്തരത്തിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരം ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ചില ആളുകൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ലൈഫിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വളരെ ഡൗൺ ആക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എന്നാൽ കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിലും വീണ്ടും ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്തു, അല്ലെങ്കിൽ ലൈഫിൽ ഇനിയും ഒരുപാട് നേരിടാനുണ്ട് അല്ലെങ്കിൽ നേടാനുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് തിരിച്ചു വരുന്ന ആളുകളും ഉണ്ട്. സോ ഇത്തരത്തിൽ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളെയൊക്കെ പുരുഷന്മാർ പൊതുവെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരോട് ഒരു അട്രാക്ഷൻ പുരുഷന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ക്വാളിറ്റി, പർപ്പസ്ഫുള്ളി വൾണറബിൾ ആയിട്ട് പെരുമാറുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കാം, അതിൽ നിന്നും ഒരു ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് കാരണം എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. അതായത് ഞാൻ ആ ഒരു സ്വഭാവം മാറ്റി ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം മോശമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സമ്മാനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യം മാറി, അല്ലെങ്കിൽ അതിൽ നിന്നും മാറ്റിയിട്ടാണ് ഇപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതൊരു തരത്തിൽ പർപ്പസ്ഫുള്ളി വൾണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി ട്രൈ ചെയ്യുകയും, അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് കൊണ്ടുവന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പർപ്പസ്ഫുള്ളി വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ആളുകളെയും, അതായത് പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വീണ്ടും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതും പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്ന മറ്റൊരു കാര്യമാണ്. തേർഡ് വൺ, സർപ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. ഒരുപക്ഷെ അവരത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളണം എന്നില്ല സർപ്രൈസ് ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ സർപ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂട്ടും, അല്ലെങ്കിൽ അതും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ അട്രാക്ഷൻ കൂട്ടുന്നതിനുള്ള ഒരു റീസൺ ആണ്. ഫോർത്ത് വൺ, നിങ്ങൾ നീഡ്നെസ് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഡിസയർ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോടോ, അവരോട് നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നത് ഈ രീതിയിലാണെന്ന് വിചാരിക്കുക. അതായത് എനിക്കത് വേണം, എനിക്കിതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കത് വാങ്ങിത്തരണം. ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയും. നേരെ മറിച്ച് ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ സംസാരിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഡിസയറുകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂട്ടുന്ന മറ്റൊരു കാര്യം. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവർ നിങ്ങളോട് എപ്പോഴും പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കുക. എല്ലായ്പ്പോഴും അവരുടെ ആവശ്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, അവരുടെ ആഗ്രഹങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. നേരെ മറിച്ച് അവരൊരു കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ ആഗ്രഹം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ നേടാൻ പോകുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വാങ്ങാനാണ്, ഇത്തരത്തിൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ വരും എന്നുള്ളതാണ്. സോ നീഡ്നെസ് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഡിസയറുകളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
അതാണ് മറ്റൊരു ക്വാളിറ്റി. ഫൈനലി, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള പെൺകുട്ടികളെ പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് എന്റെ ലൈഫിൽ ഇത്രയൊക്കെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളെ പൊതുവെ ആളുകൾക്ക് അട്രാക്ഷൻ തോന്നില്ല എന്നുള്ളതാണ്. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോഴേക്കും ഇത്രയൊക്കെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് അട്രാക്ഷൻ തോന്നില്ല. നേരെ മറിച്ച് ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള സംസാരം, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും അങ്ങനെയുള്ള പെൺകുട്ടികളെയും അല്ലെങ്കിൽ അതും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളെയാണ് പൊതുവെ ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. സോ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 ക്വാളിറ്റീസ് സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഇത്തരം സ്ത്രീകളെ പൊതുവെ പുരുഷന്മാർ വളരെ അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നോക്കി കാണുന്നത്. സോ തീർച്ചയായും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരുപക്ഷെ ഇതായിരിക്കില്ല, ഇതിൽ കൂടുതൽ ക്വാളിറ്റീസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്ന് പറഞ്ഞ് അതിനുള്ള ഗൈഡൻസ് റിസീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.